ചട്നി മാത്രമേ ഉള്ളൂ. സാമ്പാറില്ലേ യാമിനി? ഇല്ല ചേച്ചി, ശേഖരേട്ടൻ ഇന്നലെ വന്നപ്പോ പച്ചക്കറികളൊന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ ആഹാര കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല ഏട്ടാ, ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ ശേഖരേട്ടൻ മറന്നുപോയതാ. ദീപു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ എന്റെ പുറകെ നടന്ന് കൊളാന്ന് ചിലക്കരുത്. എനിക്കിത് ഇഷ്ടല്ല. ദീപു എന്നൊന്നും മിണ്ടാത്ത. ശരി നന്ദു, മേലിൽ ഞാനിത് ആവർത്തിക്കില്ല. ഈ സമ്മന്തി എന്താ കരമനയാറ് പോലെ പോന്നേ? സമ്മന്തി സ്വയംവരം ഒന്നല്ല, ചമ്മന്തിയാ. എന്ത് മാങ്ങയെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ അരയ്ക്കാൻ തേങ്ങയില്ലായിരിക്കും. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ദീപു, യെസ് നന്ദു. ഇന്നത്തെ എന്റെ പ്രോഗ്രാം എന്തൊക്കെയാ? കൃത്യം 10:30 മീറ്റിംഗ്, ഹോട്ടൽ ഇന്റർനാഷണൽ. നെക്സ്റ്റ് 12:30 ലഞ്ച്, ഹോട്ടൽ സൽക്കാറിൽ വെച്ച്. ഓക്കെ. ഈവനിംഗിൽ എന്താ പ്രോഗ്രാം? കോവളത്ത് മിസ്റ്റർ എഡ്വിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എന്റെ കാർ കഴിയോ ദീപു? കഴുകി. കാറിന്റെ ടയറുകളിൽ എയർ ഉണ്ടോന്ന് ചെക്ക് ചെയ്തോ? അല്ല മോളെ, ഇതൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. പൊളിച്ച ആഹാരം. എന്റെ മകളുടെ സ്വത്തുകൾ നന്ദന ചതിച്ച് എഴുതി വാങ്ങിയപ്പോ ഞാൻ പോട്ടെന്ന് വെച്ചത് അവൾ ചേച്ചിയുടെ മരുമകളായതുകൊണ്ടാ. പക്ഷെ അവൾ അനന്തമ്പിള്ളയുടെ ഗുണം കാണിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇപ്പോ ചേച്ചി അവളുടെ സർവന്റായി അല്ലേ? പറ്റിപ്പോയി പ്രതാപ, നീ എന്നോട് ക്ഷമിക്ക്. അച്ഛാ, ഫുഡ് കഴിക്ക്, ഞാൻ മെഡിസിൻ എടുത്തോണ്ട് വരാം.